മുഴുവൻ ഞെട്ടി തരിച്ച് അന്തം വിട്ട് നിൽക്കുക മുതലാളി. കാര്യം എന്നാണ് ചേച്ചി ഇത്തവണത്തെ ബിഗ് ബോസിലുണ്ടോ? രാജീവ് TP ആണ് കമന്റ് ചെയ്തിട്ടുള്ളത്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഇതിന് ഞാൻ സത്യം പറയണോ നോണോ പറയണോ? നിർത്തിയിട്ട് കാര്യം പറയണോ. യൂഷ്വലി ലൈക്ക് കാര്യങ്ങളൊന്നും പുറത്ത് റിവീൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറയാ. പക്ഷെ അറിയാം രാജീവ് ഇത്തവണ ബിഗ് ബോസിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. ഞാനത് വിശ്വസിച്ചില്ലേ. എന്തൊരു തള്ളാടിയത്. കഴിഞ്ഞ വർഷവും വന്നിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പത്തെ വർഷവും വന്നിട്ടുണ്ടായിരുന്നു. വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. നോക്കിക്കോ, തള്ളി തള്ളി ഞാൻ ഞെരുങ്ങി പോയനെ. ഇത്തവണ ആ ഒരു വിളി വന്നപ്പോ ആക്ച്വലി ലൈക്ക് സ്റ്റാർ മാജിക് കഴിഞ്ഞിരിക്കുകയാണ്, സൂപ്പർ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. അപ്പൊ ഐ തോട്ട് ലൈക്ക് ഓക്കെ നമ്മൾ ഫ്രീ ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അതെയോ? പക്ഷെ എന്റെ ഇന്നർ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഫുൾ ആലോചിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഉദ്ദേശിച്ച എന്താ അറിയോ? ലൈക്ക് ഇറ്റ്സ് എ ബിഗ് ഷോ, ബട്ട് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ അതിൽ പോയി തിരിച്ചു വരുമ്പോ അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ആൾക്കാർക്ക് പരിചയമില്ലാത്ത പോലെ അല്ലെങ്കിൽ ഭയങ്കര വെറുപ്പൊക്കെയാണ്, പലർക്കും ഭയങ്കര ഹേറ്റഡ് ഒക്കെയാണ് വരണേ. അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ചിഹ്നമായിട്ട് ഞാൻ എപ്പോഴും നന്നായി നുണ കേട്ടിട്ട് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചതായിരിക്കും. പറയാറുണ്ട് ലക്ഷ്മി നക്ഷത്രം എന്ന് ആരും മുഴുവനായിട്ട് വിളിക്കാറില്ല, എല്ലാവരും ചിന്നു നമ്മുടെ ലക്ഷ്മി അല്ലേ ഇങ്ങനെയൊക്കെ പറയാറ്. അതിനിപ്പോ എന്താണോ ആ ഒരു ഇഷ്ടം എന്തിനാ വെറുതെ കളയണം, ഞാനായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ കൂടെ ഒക്കെ പോവാം. സോ ഇത്തവണയും ലൈക്ക് എന്താ പറയാ ഞാൻ പോണില്ല. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. എന്തായാലും ഇത്തവണ ഞാൻ ബിഗ് ബോസിൽ ഇല്ല കേട്ടോ. അത്രല്ലേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ഓ ധാരാളം.